തിരുവനന്തപുരത്ത് റോഡിലെ വിവിധ കേബിളുകൾ കുടുങ്ങിയുള്ള അപകടങ്ങൾ പതിവാകുന്നു. ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കേബിളുകൾ വ്യാപകമായി റോഡിൽ പൊട്ടിക്കിടക്കുന്നത്. നഗരസഭയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം. തിരുവനന്തപുരത്ത് റോഡിൽ കേബിളുകൾ തട്ടിയുള്ള അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. നിരവധി പേരാണ് കേബിളുകളിൽ കുരുങ്ങി മരണപ്പെടുന്നത്. ശാസ്തമംഗലം മേഖലയിൽ റോഡുകൾക്ക് കുറുകെ സ്ഥാപിച്ചിരുന്ന അനധികൃത കേബിളുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ പലതവണ നഗരസഭയ്ക്കും സർക്കാരിനും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. നടന്നു പോകുന്ന യാത്രക്കാർക്കും രാത്രി ഇത് താഴെ കിടക്കുന്ന കേബിളുകൾ ചുറ്റും. പിന്നെ ഈ കേബിൾ പണിയുന്നവരും അവർ ശാസ്ത്രീയമായ രീതിയിൽ അശ്രദ്ധയോടെ കേബിളുകളുടെ കഷ്ണങ്ങൾ മുറിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. ഇതും ബൈക്കുകളിലും കാലിലൊക്കെ ചുറ്റി വീഴുന്നുണ്ട്. അങ്ങനെ പല അപകടങ്ങളും അവർ റിപ്പോർട്ട് ചെയ്ത് അസോസിയേഷൻ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തൽക്കാലം ആ സ്പോട്ടിൽ പോയിട്ട് അത്രയും കേബിളുകൾ അവിടെ ചുരുട്ടിക്കെട്ടി വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ പതിവ്. പക്ഷേ അതിൻ്റെ ശാശ്വതമായ പരിഹാരം ഒരു കമ്പനിക്കാരും ചെയ്യുന്നില്ല. അതിൻ്റെ ആധികാരികമായ സർക്കാരിന്റെ വകുപ്പുകളും അത് നോക്കുന്നില്ല. ഒടുവിൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ കേബിളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് താൽക്കാലികമായി മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. എന്നാൽ നഗരത്തിന്റെ മിക്കയിടങ്ങളിലും സമാന സാഹചര്യമാണ് ഉള്ളതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേബിളുകൾ പൊട്ടിയും അതുപോലെ തന്നെ ലൈവായിട്ട് കേബിളുകൾ തൂങ്ങിയും ഒക്കെ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ അപകടം വിളിച്ചു വരുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പുള്ള കൗൺസിലിൽ ഞാൻ ഇത്തരത്തിലൊരു വാക്കാൽ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. കാരണം ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേബിളുകൾ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അടിയന്തരമായി മേയർ ഇടപെട്ട് കേബിളുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഇതിനകത്ത് ലൈവ് അല്ലാത്ത കേബിളുകൾ മാറ്റിയതിന് ശേഷം ലൈവായിട്ടുള്ള കേബിളുകൾ അത് ഏത് കമ്പനിയാണോ അത് ടാഗ് ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ ടാഗ് ചെയ്ത് കൊടുക്കണമെന്നൊരു പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയുണ്ട്. അന്ന് മേയർ കൃത്യമായിട്ടും പറഞ്ഞു തീർച്ചയായിട്ടും അത് ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാളെ ഇതുവരെ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ള സംശയം തന്നെയാണ്. കനത്ത മഴയും സ്മാർട്ട് റോഡുകളുടെ ഭാഗമായി കുഴിയെടുത്തിരിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. നഗരസഭാ അധികൃതർ കേബിളുകൾ നീക്കുന്നതിൽ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.